കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയത്തിന്റെ മുഖച്ഛായ മാറുന്നു. ആധുനിക രീതിയിൽ നവീകരിച്ച 2 കോടതികളുടെ ഉദ്ഘാടനം നാളെ നടക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജിന്റെ ഇടപെടലുകളെ തുടർന്ന് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി 3,46,00,000 രൂപ ചെലവിൽ പുതിയ കെട്ടിടം പണിതിരുന്നു. പുതിയ കെട്ടിടത്തിന്റെ ആദ്യ 2 നിലകളുടെ നിർമ്മാണം 2013 പൂർത്തിയായത്. എന്നാൽ മുകളിലേക്കുള്ള നിലകൾ, ലിഫ്റ്റ്, ടാങ്ക് എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നില്ല. 2023 സർക്കാർ അനുവദിച്ച 5 കോടി രൂപ വിനിയോഗിച്ച് 2ാം നിലയും അഡീഷണൽ കോർട്ട് ഓഫീസ് റൂം, റെക്കോർഡ് റൂം എന്നിവ പൂർത്തിയാക്കി. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. രാവിലെ 9:30 കോടതിയിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് TR രവി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബിജോയും അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസും പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിലെ കോടതികളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കോടതികളാണ് കാഞ്ഞിരപ്പള്ളിയുള്ളത്. അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണ്. 1845 തൊട്ട് ഈ കോടതികളുടെ പ്രവർത്തനം ആരംഭിച്ചതായി ചില ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് കാഞ്ഞിരപ്പള്ളിയിൽ 3 കോടതികളാണുള്ളത്. 2 മജിസ്ട്രേറ്റ് കോടതി, 1 മുനിസിപ്പൽ കോടതിയാണ് പ്രവർത്തിക്കുന്നത്. ഈ കോടതിയുടെ നവീകരിക്കപ്പെട്ട 1ാം ഘട്ട കോടതികളുടെ ഉദ്ഘാടനം 2014 കാലഘട്ടത്തിലാണ് നടന്നത്. അന്ന് നമ്മുടെ ബഹുമാനായ ശ്രീ ജയരാജ് സാറിൻ്റെ ശ്രമഫലമായാണ് നമുക്ക് 2 നില കെട്ടിടത്തോടെ നമുക്ക് ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട 2 കോടതി കെട്ടിടങ്ങളുണ്ടായി. നമുക്ക് 3 കോടതികൾ വളരെ നന്നായി ആ കോടതി കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും അതിനുശേഷം 2ാം ഘട്ടമായി 3ാം നിലയിൽ 2 ഏറ്റവും നവീകരിക്കപ്പെട്ട 2 കോടതി കെട്ടിടങ്ങളാണ് നമുക്ക് ഈ 21-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനാകും. ജസ്റ്റിസ് S മനു മുഖ്യപ്രഭാഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.